ഇഞ്ചക്ട് ചെയ്യുന്നത് മസിലിലേക്കാണ് എങ്കിൽ ചില തെരപ്പിന്റെ ഇഞ്ചക്ഷൻ ഒക്കെ ടി പോലത്തെ തെരപ്പിന്റെ ഇഞ്ചക്ഷൻ ഒക്കെ അത് മസിലിലേക്കാണ് കൊടുക്കാറുള്ളത്. അപ്പൊ അങ്ങനെ മസിലിലേക്ക് കൊടുത്താൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നത് ഉറപ്പാണ്. നോമ്പ് മുറിയുകയില്ല. കാരണം ദ്വാരം തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് കടക്കുന്നത് മസിലിലേക്കാണ്, ശരീരത്തിന്റെ ഉള്ളു എന്ന് പറയപ്പെടാൻ പറ്റിയ സ്ഥലത്തിലേക്കല്ല. ഓക്കെ. ഇനി ഇഞ്ചക്ട് ചെയ്യുന്നത് ഈ പള്ള പോലത്തെ പള്ളയിലേക്ക് ഡയറക്റ്റ് ഇഞ്ചക്ട് ചെയ്യാണ് എങ്കിൽ അവിടെ നോമ്പ് മുറിക്കും. കാരണം കൃത്യമായി തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ശരീരത്തിന്റെ ജൗഫ്, ഉള്ളു എന്ന് പറയപ്പെടാൻ പറ്റിയ സ്ഥലത്തിലേക്ക് ഒരു തടിയുള്ള വസ്തു, മരുന്നോ മറ്റോ പ്രവേശിക്കുന്നുണ്ട് അവിടെ, അതുകൊണ്ട് നോമ്പ് മുറിയും. ഇനി ഈ ഇഞ്ചക്ട് സാധാരണ ചെയ്യുന്നത് ഗ്ലൂക്കോസ് ഒക്കെ കുത്തലുണ്ടല്ലോ, അതൊക്കെ എവിടേക്കാണ്? അത് ഞരമ്പിലേക്കാണ്. ഈ ഞരമ്പിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് നോമ്പ് മുറിയുമോ ഇല്ലേ എന്ന വിഷയത്തിൽ ഇന്നത്തെ പല പണ്ഡിതന്മാർക്കും എതിരഭിപ്രായമുണ്ട്. മുറിയുമെന്ന് പറയുന്നവരും മുറിയില്ല എന്ന് പറയുന്നവരും ഉണ്ട്. കാരണം ഈ ഞരമ്പിന്റെ ഉൾഭാഗത്തെ പറ്റി അതൊരു പൊള്ളയായ ഭാഗം, ശരീരത്തിന്റെ ഉൾഭാഗം എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നതിനെ അവലംബിച്ചിട്ടാണ് ഈ അഭിപ്രായ ഭിന്നതകളൊക്കെ വരുന്നത്. ആകയാൽ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരൊക്കെ നോമ്പ് മുറിയില്ല എന്ന് പറയുന്നവരാണ്. അതിനവർ പല കാരണങ്ങളും പറയുന്നുണ്ട്, അതൊന്നും ഇവിടെ ചർച്ച വിധേയമാക്കുന്നില്ല. അപ്പോ ആ നോമ്പ് മുറിയുകയില്ല, ഞരമ്പിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ ഗ്ലൂക്കോസ് കുത്തിയാലൊന്നും നോമ്പ് മുറിയുകയില്ല എന്ന അഭിപ്രായത്തെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എങ്കിലും റമദാനിന്റെ പകലിൽ പരമാവധി അത്തരം ഞരമ്പിലേക്കുള്ള ഇഞ്ചക്ഷനൊക്കെ പരമാവധി ഒഴിവാക്കലാണ് വേണ്ടത്. കാരണം പല പണ്ഡിതന്മാരും അത് നോമ്പ് മുറിയും എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരെയും പരിഗണിച്ചുകൊണ്ട് നാം അവിടെ സൂക്ഷ്മത പാലിക്കാനാണ് ഏറ്റവും നല്ലത്. ഇനി അനിവാര്യ സാഹചര്യത്തിൽ, ആവശ്യഘട്ടത്തിലൊക്കെ നമുക്ക് അത് സ്വീകരിക്കാവുന്നതാണ്. നോമ്പ് മുറിയുന്നില്ല എന്ന അഭിപ്രായത്തെ നമുക്ക് സ്വീകരിക്കാവുന്നതുമാണ്. അല്ലാതെ എനിക്കായിട്ട് സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാനുള്ള പാണ്ഡിത്യം നമുക്കില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഒരു സൂക്ഷ്മതയുടെ ഒരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ക്ലാസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും ഒരു അവ്യക്തതയുള്ള പദപ്രയോഗങ്ങളോ അവതരണമോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം. അള്ളാഹു അവന്റെ സ്വാലിഹീങ്ങളിലും റമദാൻ മാസം കൊണ്ട് വിജയിക്കുന്നവരിലും നമ്മയും നമ്മുടെ വാപ്പുമ്മമാർ, ഉസ്താദന്മാർ, സ്നേഹിച്ച, സഹായിച്ച, സഹകരിച്ച ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.